ഇപ്പോൾ ഗവർണർക്കെതിരെ കരിങ്കൊടി കാട്ടുന്ന SFIയുടെ നടപടിയുണ്ടായി. അതിൽ SFI പ്രവർത്തകർ പോലീസ് കസ്റ്റഡിയിലായവരുണ്ട്. അവരുടെ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി പറയും എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അന്ന് ഭരണത്തലവനായിട്ടുള്ള ഗവർണർ കാട്ടിക്കൂട്ടിയതൊക്കെ ഉണ്ട്. കാറിൽ നിന്ന് ചാടി ഇവരെ ആക്ഷേപിച്ചുകൊണ്ട് പാഞ്ഞെടുക്കുന്ന രീതിയിലൊക്കെയുള്ള ചില ഏർപ്പാടുകളൊക്കെ നടന്നിരുന്നു. അപ്പോൾ ഇതെല്ലാം നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ആ സമരം തന്നെ SFI മുൻകൂട്ടി പ്രഖ്യാപിച്ച് കാവ്യവൽക്കരണം, നമ്മുടെ സർവകലാശാലകളിലേക്ക് ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണർ നടത്തുന്ന കാവ്യവൽക്കരണത്തിന്റെ പ്രകടമായ ഉദാഹരണങ്ങൾ എന്ന നിലയിൽ ഒരു നിലപാടെടുത്തൊരു വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ SFI സമരവുമായി മുന്നോട്ട് പോകുന്നു. അത് വളരെ പരസ്യമായി പ്രഖ്യാപിക്കുന്നു. അന്ന് തന്നെ എനിക്ക് തോന്നുന്നു ഒരേ സമയം തന്നെ ഗവർണറുടെ ആരിഫ് മുഹമ്മദ് ഖാന്റെ യാത്രയിൽ 2-3 ഇടങ്ങളിൽ തൊട്ടടുത്ത ഇടങ്ങളിൽ തന്നെ കരിങ്കൊടി കാണിച്ച് നമ്മുടെ നാട്ടിൽ കണ്ടു ശീലിച്ചിട്ടുള്ള മുൻപ് പ്രഖ്യാപിച്ച് ഒളിഞ്ഞു നിന്ന് ചെയ്യാത്ത കരിങ്കൊടി പ്രകടനത്തിന്റെ വളരെ പ്രഖ്യാപിക്കപ്പെട്ട ഏതൊക്കെ കേന്ദ്രങ്ങളിൽ എങ്ങനെയൊക്കെയാണ് കരിങ്കൊടി സമരം മുന്നോട്ട് കൊണ്ടുപോകുക എന്ന നിലയിൽ അവർ പോയി. പിറ്റേ ദിവസം വേറൊന്നുകൂടി സംഭവിച്ചു. ആ പ്രശ്നത്തിൽ കോടതി ഇടപെട്ടുകൊണ്ട് കോടതി ഗവർണറുടെ ചാൻസലറുടെ ഉത്തരവ് തടയുകയും ചെയ്തു. ഇതാണ് ഇതിന്റെ ഒരു പശ്ചാത്തലം. ഈ പശ്ചാത്തലത്തിൽ ആ സമരത്തിൽ അറസ്റ്റിലായ SFI പ്രവർത്തകരുടെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കുകയാണ്. വിജിൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു, ശരത്ത്. വിജിൻ, ഇന്ന് SFI പ്രവർത്തകരുടെ ജാമ്യാപേക്ഷയിൽ വിധി പറയുകയാണല്ലോ. ഇവിടെ പ്രധാനമായും ഇതൊരു സ്വാഭാവിക പ്രതിഷേധമാണെന്നാണ് വിദ്യാർത്ഥികൾ പറഞ്ഞിരിക്കുന്നത്. നേരത്തെ ശരത്ത് പറഞ്ഞതുപോലെ അതിനകത്തേക്ക് IPC 124 ചുമത്തിയത് ഗവർണറുടെ നേരിട്ടുള്ള ഇടപെടലിന്റെ ഭാഗമായി അതിനെ തുടർന്ന് ഇവർക്കെതിരായ കുറ്റകൃത്യങ്ങൾ ചുമത്തിയതിൽ പോലീസിന്റെ നടപടി, ഇതിനെയൊക്കെ ചോദ്യം ചെയ്തുകൊണ്ട് കോടതിയിൽ നിയമപരമായി ചോദ്യം ചെയ്തുകൊണ്ട് ജാമ്യ ഹർജി ഈ SFI പ്രവർത്തകർ നൽകുകയുണ്ടായി. അതടക്കം കോടതി പരിശോധിച്ചു. സ്വാഭാവികമായും കോടതി അക്കാര്യത്തിൽ ഏത് നിലയിൽ അതിനെ കാണുന്നു എന്ന് മുൻവിധിയോടെ പറയേണ്ടതായിട്ടില്ല. പക്ഷേ ആ സാഹചര്യമാണ്. അതെല്ലാം പരിഗണിച്ചുകൊണ്ട് ആ വാദം പൂർത്തിയായ ശേഷം ജാമ്യ ഹർജിയിൽ വിധി പറയാൻ വേണ്ടി ഇന്നിരിക്കുന്നു, അല്ലേ വിജിൻ? തീർച്ചയായും ശരത്ത്, ഈ ഗവർണർക്കെതിരായ കരിങ്കൊടി പ്രതിഷേധം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കാവ്യവൽക്കരണം നടപ്പിലാക്കുന്നു എന്ന് പ്രത്യക്ഷമായി മലയാളികൾക്ക് ഒക്കെ മനസ്സിലാകുന്ന രീതിയിലുള്ള നടപടികളാണ് ഗവർണറുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. കാലിക്കറ്റ് സർവകലാശാലയിലും അതുപോലെ തന്നെ കേരള സർവകലാശാലയിലും സെനറ്റിലേക്ക് യൂണിവേഴ്സിറ്റികൾ നൽകിയ ലിസ്റ്റ് എല്ലാം മറികടന്ന് അതിലേക്ക് തൻ്റെ ഇഷ്ടക്കാരെ നോമിനികളായി വെക്കുകയും അവർ അധികാരം ഏറ്റെടുക്കുകയും ചെയ്ത ഒരു സാഹചര്യത്തിലാണ് SFI ശക്തമായ സമരവുമായി രംഗത്തെത്തിയത്. അതിൽ വലിയ തരത്തിൽ ജില്ലാ കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ വലിയ തരത്തിലുള്ള സമരം സംഘടിപ്പിച്ചു. ഒപ്പം തന്നെ രാജ്ഭവന് മുന്നിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധം SFIയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ രാജ്ഭവൻ്റെ ഗേറ്റോളം ചെന്ന് വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിൻ്റെ തുടർച്ചയായി തന്നെയാണ് SFI പ്രഖ്യാപിച്ചത് ഈ ഗവർണറെ സർവകലാശാലകളിലും അതുപോലെ തന്നെ ഗവർണർക്കെതിരായ പ്രതിഷേധം കടുപ്പിക്കും എന്ന നിലപാട് SFI നേരത്തെ തന്നെ പ്രഖ്യാപിക്കുന്നു. അതിൻ്റെ ഭാഗമായി തിരുവനന്തപുരം രാജ്ഭവനിൽ നിന്ന് എയർപോർട്ടിലേക്ക് പുറപ്പെട്ട ഗവർണറെ വഴിയിൽ കരിങ്കൊടി പ്രതിഷേധം നടത്തുന്നു. അത് പല സ്ഥലങ്ങളിലായി SFI പ്രതിഷേധം നടത്തുന്നു. ഇത് പോലീസിനും ഒപ്പം തന്നെ നേരത്തെ പ്രഖ്യാപിച്ചതായതുകൊണ്ട് തന്നെ സ്വാഭാവികമായി അത്തരത്തിലുള്ളൊരു പ്രതികരണം ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ലായിരുന്നു. പക്ഷേ ഇത് നമ്മുടെ നാട്ടിൽ നമ്മൾ സാധാരണ കണ്ടുവരുന്നത് പോലെയുള്ള ഒരു സമര രീതി തന്നെയല്ലേ? കാരണം ഒരു വിഷയം വരുന്നു, ആ വിഷയത്തിൽ അതായത് സർവകലാശാലയിലെ കാവ്യവൽക്കരണം എന്ന വിഷയത്തിൽ SFI വളരെ കൃത്യമായ നിലപാടെടുക്കുന്നു. ഗവർണർക്കെതിരെ പ്രതിഷേധം നടത്തുമെന്ന് അവർ പറയുന്നു, കരിങ്കൊടി കാണിക്കുമെന്ന് പറയുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയല്ലേ, അല്ലാതെ ഒളിച്ചിരുന്നൊന്നുമല്ലല്ലോ ഇത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് SFI എന്ന വിദ്യാർത്ഥി സംഘടന പോയത്. തീർച്ചയായും മനു, ഇതിൽ പ്രതിഷേധം നടന്ന സ്ഥലങ്ങൾ തന്നെ നോക്കിയാൽ മനസ്സിലാകും. ഒന്ന് പാളയത്താണ്, മറ്റൊന്ന് ചാക്കയിലാണ്. അതുമായി ബന്ധപ്പെട്ട് എയർപോർട്ട് വരെയുള്ള വഴികളിൽ പല സ്ഥലങ്ങളിൽ കരിങ്കൊടി കാണിക്കും എന്നാണ് SFI പ്രഖ്യാപിച്ചിരുന്നത്. മറ്റ് സ്ഥലങ്ങളിൽ ഗവർണർ ഏത് പരിപാടിക്കാണോ എത്തുന്നത് അവിടെയെല്ലാം ഇത്തരത്തിലുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന് SFI സംസ്ഥാന സെക്രട്ടറി ആർഷോ തന്നെ തലേ ദിവസം തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സമരം നടന്നത്. എന്തായാലും ആദ്യഘട്ടത്തിൽ പോലീസ് സ്വാഭാവികമായും ഇത്തരത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രതിഷേധത്തിൽ പ്രവർത്തകർക്കെതിരെ എടുക്കുന്ന കേസായിരുന്നു രജിസ്റ്റർ ചെയ്തത്. തൊട്ട് പിന്നാലെയാണ് ഗവർണർ ഈ പോലീസിനോട് ഇതിൽ എന്ത് നടപടി സ്വീകരിച്ചു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ തിരക്കിക്കൊണ്ടുള്ള ഒരു കത്ത് ഗവർണറുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അതിൽ ആണ് ഈ 124 IPC 124 ചുമത്തണമെന്ന ആവശ്യം ഗവർണർ തന്നെ അങ്ങോട്ട് മുന്നോട്ട് വെക്കുന്നത്. ഏറ്റവും പ്രധാനമായി കാണേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഗവർണർ ചാൻസലറായിരിക്കുന്ന സർവകലാശാലകളിലെ വിദ്യാർത്ഥികളാണ്. അവിടുത്തെ വിദ്യാർത്ഥികൾക്കെതിരെയാണ് ഗവർണർ തന്നെ ഇത്തരം ഗൗരവകരമായ ഒരു കുറ്റം കൂടി, ഈ ഗുരുതരമായ കുറ്റം കൂടി ഈ വിദ്യാർത്ഥികൾക്കെതിരെ ചുമത്തണം എന്ന് ഗവർണർ തന്നെ പോലീസിനോട് ആവശ്യപ്പെടുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് IPC 124 പോലീസ് ചേർക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട വാദങ്ങളായിരുന്നു അങ്ങനെ നമ്മൾ നാട്ടിൽ കാണാത്ത തരത്തിലുള്ള നടപടികളാണ്. കാരണം അന്വേഷണ ഉദ്യോഗസ്ഥനാണല്ലോ ഏത് വകുപ്പ് ചുമത്തണം, ഏത് രീതിയിൽ അതിനെ ഫ്രെയിം ചെയ്യണം എന്നതടക്കമുള്ള വിഷയങ്ങളിൽ തീരുമാനമെടുക്കുന്നത്. പക്ഷേ ഇത് ഗവർണർ ആ വിഷയത്തിൽ വിളിച്ചിടപെട്ട് ഇന്ന വകുപ്പ് ചുമത്തണം,
എന്ന് പറയുക എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ സാധാരണ നമ്മൾ കണ്ടുവരാത്തൊരു വിഷയം കൂടിയാണ്. വിജിൻ, തീർച്ചയായും മനു, ഇതിൽ കീഴ്വഴക്കങ്ങൾ അത്തരത്തിൽ ഇല്ല എങ്കിൽ പോലും ഗവർണർമാർക്കും അതുപോലെ തന്നെ രാഷ്ട്രപതിക്കും ഇത്തരത്തിൽ ഭരണഘടന നൽകുന്ന പഴുതുകളുടെ പിൻബലം ഉപയോഗിച്ചാണ് ഇത്തരത്തിൽ ഗവർണർ ഒരു വലിയ തരത്തിലുള്ള അധികാരം ഈ സമൂഹത്തിന്മേൽ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണകൂടം ഉള്ള ഒരു സ്ഥലത്താണ് നോമിനേറ്റ് ചെയ്യപ്പെട്ട് എത്തിയ ഒരു ഭരണത്തലവൻ എന്ന പേര് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിൽ ഗവർണർ ഒരു വിചിത്രമായ നടപടികൾ പല ഘട്ടങ്ങളിലും കാട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തുടർച്ചയെന്നോണമാണ് ഇപ്പോൾ ഈ ഗവർണറുടെ ഭാഗത്തുനിന്ന് ഈ വിദ്യാർത്ഥികൾക്ക് നേരെ ഈ 124 ചുമത്തി കേസെടുക്കണമെന്ന് ആവശ്യം ഉണ്ടായിട്ടുള്ളത്. ഇതിൽ ആണ് പ്രവർത്തകർ 7 പേരായിരുന്നു കസ്റ്റഡിയിലായിരുന്നത്. അതിൽ 6 പേരെയാണ് കസ്റ്റഡിയിൽ വിട്ടത്, 7 പേരാണ് അറസ്റ്റിലായിരുന്നത്. ഒരാൾ LLB എക്സാമുമായി ബന്ധപ്പെട്ട് ജാമ്യം കോടതി ഒരാൾക്ക് നൽകുകയായിരുന്നു. അതിൽ ഉള്ളവരുടെ ഈ ജാമ്യാപേക്ഷയിലാണ് ഇന്നലെ വിശദമായ വാദം കോടതി കേട്ടത്. PDPP ആക്ട് പ്രകാരം പണം കെട്ടിവെച്ച് ഒക്കെ ജാമ്യത്തിലിറങ്ങാൻ കഴിയുന്ന വകുപ്പുകളാണ് സ്വാഭാവികമായും ഉണ്ടാവുക. കാരണം ഈ പൊതുമുതൽ നശിപ്പിക്കലും അതുപോലെ തന്നെ പോലീസിൻ്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ, അത്തരത്തിലുള്ള വകുപ്പുകളാണ് പ്രതിഷേധക്കാർക്കെതിരെ സ്വാഭാവികമായും സാധാരണഗതിയിൽ ഉണ്ടാകുന്നത്. അതിലാണ് ഈ ഗുരുതരമായ വകുപ്പുകൾ കൂടി ചേർത്തിരിക്കുന്നത്. ആ കേസിൽ ജാമ്യാപേക്ഷയിലാണ് ഇന്ന് കോടതി വിധി പറയുക. എന്തായാലും പ്രോസിക്യൂഷൻ ഉൾപ്പെടെ ഈ കോടതിയിൽ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സ്വാഭാവികമായും വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതിഷേധം മാത്രമാണ്. ഇത് കേരളത്തിൽ സ്വാഭാവികമായും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമാണ് എന്ന് പ്രോസിക്യൂഷൻ തന്നെ കോടതിയിൽ നിലപാടെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. SFIയുടെ അഭിഭാഷകനും അത്തരത്തിലുള്ള നിലപാട് തന്നെയാണ് മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുള്ളത്. അതിലാണ് ആ കാര്യം കൃത്യമാണ്. ഏതായാലും ഇനിയിപ്പോൾ നമുക്ക് കോടതി എന്ത് തീരുമാനം എടുക്കുന്നു എന്നതാണല്ലോ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. നമുക്കൊന്ന് ഏതായാലും അല്പസമയം കാത്തിരിക്കാം. ഇന്ന് ഏകദേശം ഉച്ചയ്ക്ക് മുൻപായി തന്നെ കോടതി അതിലൊരു തീരുമാനം പറയും. വിവരങ്ങളാണ് തിരുവനന്തപുരത്ത് നിന്ന് വിജിൻ വായന്തോട് നമുക്ക് നൽകിയത്.